ആചാര്യ അക്കാഡമിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. HSC മാത്തമാറ്റിക്സിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആണിത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. f of x equal to x sin 1 by x when x not equal to 0 and f of x equal to 0 when x equal to 0. ഓക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു സീറോയിലും എക്സ് ഈക്വൽ ടു സീറോയിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അതുപോലെ അടുത്ത ഫംഗ്ഷൻ g of x equal to x square sin 1 by x when x not equal to 0 and g of x equal to 0 when x equal to 0. ഓക്കെ, 2018 ജൂലൈ നടന്നിട്ടുള്ള സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് എഫ് ആൻഡ് ജി ആർ ട്രൂ? ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, എഫും ജിയും. ഇനി ഇതിനെക്കുറിച്ച് താഴെ പറയുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം ഓപ്ഷൻ എ നോക്കാം. ബോത്ത് എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ രണ്ട് ഫംഗ്ഷൻസും ഡിഫറൻഷ്യബിൾ ആണെന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബി, ബോത്ത് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് നെയ്തർ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. അതായത് എഫും ജിയും എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്, പക്ഷെ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ദെൻ ഓപ്ഷൻ സിയിൽ f is continuous at x equal to 0 but not differentiable at x equal to 0 while g is differentiable at x equal to 0. അതായത് x equal to 0 എന്നുള്ള പോയിന്റിൽ f കണ്ടിന്യൂസ് ആണ് പക്ഷെ ഡിഫറൻഷ്യബിൾ അല്ല. g ആണെങ്കിലോ x equal to 0 എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഓപ്ഷൻ ഡി, f is differentiable at x equal to 0 while g is continuous at x equal to 0 but not differentiable at x equal to 0. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്, ഓക്കെ സോറി ഡിഫറൻഷ്യബിൾ ആണ്. ജി ആണെങ്കിലോ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയാണെന്ന്. അതിന് മുൻപായിട്ട് ഡിഫറൻഷ്യബിലിറ്റിയും കണ്ടിന്യൂറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് നോക്കാം. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു എ then it is also continuous at x equal to a. അതായത് ഡിഫറൻഷ്യബിലിറ്റിയും കണ്ടിന്യൂറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതേ സെയിം പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് കൂടി ആയിരിക്കും. ഓക്കെ, അതായത് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂസ്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. ബട്ട് കോൺവേഴ്സ് ഈസ് നോട്ട് നെസസറിലി ട്രൂ. അതായത് തിരിച്ച് ആവണമെന്നില്ല. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂസ്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു തിയറം വെച്ചിട്ട് നമുക്ക് നോക്കാം. ആദ്യം എഫ് ഓഫ് എക്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുന്നത്? അതിനുള്ള ഇക്വേഷനാണ്. അതായത് എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യണം. സി എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. എഫ് ഡാഷ് ഓഫ് സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സി. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് 0 ടെൻഡ് ചെയ്യുന്ന സമയത്തുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് എടുക്കേണ്ടത്. അതേതാണ്? എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫംഗ്ഷൻ എക്സ് സൈൻ 1 ബൈ എക്സ് ആണ് കൊടുക്കേണ്ടത്. എക്സ് സൈൻ 1 ബൈ എക്സ്. എഫ് ഓഫ് 0 ആണ്. എക്സ് മൈനസ് 0 എക്സ് വരും. ഓക്കെ, ഇതിൽ എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ കിട്ടുന്നത് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 1 ബൈ എക്സ് എന്ന് കിട്ടും. ഇനി എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/0 എന്നുള്ളത് ഇൻഫിനിറ്റി അല്ലേ? സൈൻ ഇൻഫിനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സി ഫൈനൈറ്റ്ലി എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ പിന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂസ് കൂടി ആയിരിക്കും. ഇവിടെ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് കിട്ടിയിരിക്കുന്നത്. ആയതിനാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? എ എന്ന പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കണം.
ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ 1/x. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ 1/x ആണ്. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്. 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ 1/x ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് ഇത് നോക്കൂ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ 1/xൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണ്ടേ? ഇതിൽ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഒരു തിയറം ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് വൺ ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ് ആൻഡ് ദി ലിമിറ്റ് ഓഫ് അതർ ഫംഗ്ഷൻ ഈസ് 0. അതായത് ഒരു ഫംഗ്ഷൻ ബൗണ്ടഡും കൂടെയുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് 0യുമാണെങ്കിൽ, ഇവിടുത്തെ ബൗണ്ടഡ് ഫംഗ്ഷൻ ഏതാണ്? സൈൻ 1/x അല്ലേ? സൈൻ എക്സ് കോസ് എക്സ് ഇതെല്ലാം ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ സൈൻ 1/x ഒരു ബൗണ്ടഡ് ആണ്. ദെൻ അതിന് കൂടെയുള്ള ഫംഗ്ഷൻ എക്സ് ആണ്. അതിൻ്റെ ലിമിറ്റ് 0യുമാണെങ്കിൽ ദി ലിമിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു ഫംഗ്ഷൻ ഈസ് 0. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, അല്ലാതെ ഡയറക്റ്റ് ലിമിറ്റോ അല്ലെങ്കിൽ LH റൂളോ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. അതിങ്ങനെ പഠിച്ചു വയ്ക്കും. ഒരു ഫംഗ്ഷൻ ബൗണ്ടഡും കൂടെയുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് 0യുമാണെങ്കിൽ രണ്ടിനെയും പ്രോഡക്റ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷേ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ജി ഓഫ് എക്സിൻ്റെ കേസ് നോക്കാം. ആദ്യം ജി ഓഫ് എക്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി നോക്കാം. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിലുള്ള ഡിഫറൻഷ്യബിലിറ്റി നോക്കാം. അതിനായിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ സൈൻ 1/x ആണ് ഡിവൈഡഡ് ബൈ എക്സ്. ഇതിൽ ഓരോ എക്സ് വീതം ക്യാൻസൽ ചെയ്ത് കളയുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ 1/x ആണ്. ഇതിൻ്റെ ലിമിറ്റ് തൊട്ട് മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്താണ്? 0 ആണ് അല്ലേ? ഒരു ഫംഗ്ഷൻ ബൗണ്ടഡും അതിന് കൂടെയുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് 0യുമാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത് ഫൈനൈറ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജി ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ പിന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് കൂടി. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല ബട്ട് കണ്ടിന്യൂസ് ആണെന്നും, അതുപോലെ ജി ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 വൈൽ ജി ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആചാര്യ അക്കാഡമിയിലെ കേട്ടിട്ട് സെറ്റ് HSA മാത്തമാറ്റിക്സിനായുള്ള കോച്ചിങ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്